ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് റീയൂണിയൻ സംഭവിക്കുമോ. നമ്മളൊരു 3 കാർഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് 3 ഓഫ് പെൻഡക്കിൾ റിവേഴ്സാണ്. സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് സൺ കാർഡാണ്, അതും റിവേഴ്സാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാർഡ് വന്നിട്ടുള്ളത് ലവേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാർഡിൻ്റെ എനർജി വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ അല്പം സങ്കീർണമാണ്, എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു റീയൂണിയനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ റീയൂണിയൻ സംഭവിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം അത്യാവശ്യമാണ്. അങ്ങനെ പറയുമ്പോൾ 3 ഓഫ് പെൻഡക്കിളൊക്കെ സൂചിപ്പിക്കുന്നത് നിലവിൽ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം അത് ശരിയായ രീതിയിലല്ല എന്നാണ്. കാരണം ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ കുറവോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയോ ഇവിടെ കാണുന്നുണ്ട്. ഒരു ടീം വർക്കിൻ്റെ അഭാവം കാരണം ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് എന്നാണ് ആ കാർഡ് സൂചിപ്പിക്കുന്നത്. സൺ കാർഡ് സന്തോഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് തലതിരിഞ്ഞു വരുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മങ്ങലിനെയാണ് കാണിക്കുന്നത്. നിലവിൽ നിങ്ങൾക്കിടയിലെ ആ പഴയ ഒരു ആവേശം ഈ ഒരു സമയം ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ ഒരു തരം നിരാശ ഈ റിലേഷൻഷിപ്പിൽ പടർന്നിട്ടുണ്ട്. എങ്കിലും സൺ കാർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുട്ട് മാറി വെളിച്ചം വരാനുള്ളൊരു സാധ്യത പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. അവിടെ നമുക്ക് റീയൂണിയൻ സാധ്യമാണ് എന്ന് തന്നെ പറയാം. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ്. ഈ കാർഡ് വരുന്നത് ശക്തമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിനെ, ഒരു സോൾ കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ആഴത്തിലുള്ളൊരു സ്നേഹമുണ്ട്. ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത, റീയൂണിയനുള്ള സാധ്യത ഈ കാർഡ് ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു റീയൂണിയൻ സാധ്യമാണ്. പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട്. നിങ്ങൾക്കിടയിൽ ഈഗോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. പഴയ തെറ്റുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ സംസാരിക്കുക. ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വേണം. കാരണം വ്യക്തമായിട്ടുള്ളൊരു സംസാരം, മറച്ചു വയ്ക്കാതെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ 3 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സിൽ വന്നിട്ടുള്ളത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ക്ഷമ. സൺ കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. സന്തോഷം തിരികെ വരാൻ അല്പം സമയമെടുത്തേക്കാം എന്നാണ് പറയുന്നത്. ഈ ലവേഴ്സ് കാർഡ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മനസ്സ് വെച്ചാൽ ഈ ഒരു ബന്ധം വീണ്ടെടുക്കാം. പക്ഷേ ആ പഴയ രീതികൾ മാറ്റാൻ രണ്ടുപേരും തയ്യാറാകണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പരസ്പരം പഴിചാരുന്ന രീതിയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫറൻസോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബാഡായിട്ടുള്ളൊരു അഡ്വൈസോ എന്തെങ്കിലും ഇതിനൊരു കാരണമാകാം. ഓക്കെ, അത് അച്ഛനാവാം, അമ്മയാവാം, സുഹൃത്താവാം, അങ്ങനെ ആരും ആവാം. അതേപോലെ തന്നെ സൺ കാർഡ് വരുമ്പോൾ സന്തോഷം തടസ്സപ്പെട്ട അവസ്ഥ എന്ന് പറയില്ലേ, കാര്യങ്ങളെ അമിതമായിട്ട് ആലോചിച്ച് വഷളാക്കുന്ന ഒരവസ്ഥ, ഓവർ തിങ്കിങ്. ഓക്കെ, എല്ലാം ശരിയാകും എന്ന് തോന്നുമെങ്കിലും എവിടെയോ ഒരു നിരാശ നിങ്ങളെ വേട്ടയാടുന്നുണ്ടാകാം. കാരണം ഒരു ഇംബാലൻസ് ആണ് പറയുന്നത്. വിട്ടുവീഴ്ച അത് ചെയ്യാനുള്ള മടി കാരണം നിങ്ങൾ രണ്ടുപേരും 2 ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊരു ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ മേജർ ആർക്കാനയാണ്. നെഗറ്റീവ് കാർഡുകളേക്കാൾ കരുത്ത് ഇതിനുണ്ട്. ഓക്കെ, നിങ്ങൾക്കിടയിലുള്ളത് വെറുമൊരു ആകർഷണമല്ല, മറിച്ച് ശക്തമായിട്ടുള്ളൊരു സോൾ ബോണ്ടാണ്. വിട്ടുപിരിയാൻ ആഗ്രഹിച്ചാലും മനസ്സ് അനുവദിക്കാത്തത് അതുകൊണ്ടായിരിക്കാം. പിന്നെ സൺ റിവേഴ്സ് ആണെങ്കിലും അത് സൺ തന്നെയാണ്. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നൊരവസ്ഥ. ആ മേഘങ്ങൾ, അതായത് സംശയങ്ങൾ, ഈഗോ, ഈ കാര്യങ്ങളെല്ലാം മാറ്റിയാൽ പ്രകാശം വീണ്ടും വരും എന്നാണ് പറയുന്നത്.
ഒരു തീരുമാനം. ലവേഴ്സ് കാർഡ് ഒരു തിരഞ്ഞെടുപ്പിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ഒരു ബന്ധം വീണ്ടെടുക്കാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ആക്ച്വലി നോക്കുമ്പോൾ ഒരു റീയൂണിയനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ 70-80% റീയൂണിയനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. ഇതിലെ പ്രധാനം നിങ്ങൾക്കൊരു തടസ്സങ്ങളായിട്ട് വരുന്നത് ആശയവിനിമയത്തിലെ പാളിച്ചകൾ, തെറ്റിദ്ധാരണകൾ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഈഗോ വെടിഞ്ഞ് ആദ്യം സംസാരിക്കാൻ തയ്യാറാകുക എന്നതാണ്. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു മീഡിയേറ്ററിനെ വെക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് സംസാരിക്കുന്നതാണ്. കാരണം 3 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സറായിട്ട് ഉള്ളപ്പോൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ, വിള്ളലുകൾ വീണ ഒരു നിർമ്മിതി, മങ്ങിയ നിറങ്ങൾ, ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾ. സണ്ണാണെങ്കിൽ പൂർണ്ണമായും തെളിയാതെ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. റിവേഴ്സ് കാർഡാണ്. താൽക്കാലിക നിരാശയാണ്, മാറും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവസാന കാർഡിൽ 2 പേർ ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ ആഴത്തിലുള്ള ആത്മബന്ധത്തെയും പ്രണയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ റീയൂണിയൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ അല്പം കൂടി സമയമെടുക്കാം. ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാകുന്നുണ്ട്. 70-80% നമ്മളീ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ റീയൂണിയൻ സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ എന്ന് പറയാം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.